Good evening, everyone. എല്ലാവർക്കും സന്ധ്യ നമസ്കാരം. It's always a privilege to stand before you all with the word of God. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം കിട്ടുന്ന അവസരം വളരെ വിലയേറിയതാണ്. But again, it always reminds me to be more accountable before the Lord whenever I stand. അതേസമയം ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ബോധവും എനിക്ക് ഉണ്ട്. We had a relaxed day, right? I don't know about you. I had a nice sleep. ഇന്ന് പകല് നല്ല വിശ്രമിക്കുവാനായിട്ട് ഒരുപക്ഷെ എല്ലാവർക്കും ഇവിടെയെ കാണും. സഹോദരന് അത് കഴിഞ്ഞു. I was off from my office and I was working from home. So after the day, I could realize I could spend leisurely. ഇന്ന് പ്രിയ സഹോദരൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും അതിനുശേഷം വിശ്രമിക്കുവാനൊക്കെ ഇടയായി. So when I was getting ready to come here, I was in a very relaxed attire. ഞാൻ അതുകൊണ്ട് എന്റെ വേഷവിധാനങ്ങളൊക്കെ വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു വിശ്രമത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിലാണ്. So before leaving, my daughter asked, "Where are actually you going?" പുറപ്പെടുന്നതിന് മുമ്പായിട്ട് എന്റെ മകള് ചോദിച്ചു, എവിടെയാണ് ഇന്നിങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് എന്ന് ചോദിച്ചു. So when I said I am going to go for the Bible study, she said, "Do you really look like taking a Bible study?" ഞാനൊരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പോകാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ കണ്ടാല് വേഷത്തില് എന്ന് പറഞ്ഞു. So anyway, God does not look at the outer attires, but He looks at the heart. നമ്മുടെ വേഷവിധാനങ്ങളിൽ അമിതമായിരിക്കുന്ന ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അതില്. What are we particularly learning? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? We are learning, we are studying how to grow from faith to great faith. വിശ്വാസത്തിൽ നിന്ന് അതിയായ വിശ്വാസത്തിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And it all begins from a small belief. സാധാരണ ഒരു എളിയ വിശ്വാസത്തിൽ നിന്ന് ഒരു ധാരണയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. And it grows all the way from belief to trust and from trust to faith. അത് അങ്ങനെയുള്ള ധാരണയിൽ നിന്ന് അല്ലെങ്കിൽ നിശ്ചയത്തിൽ നിന്ന് പിന്നെ ആശ്രയത്തിലേക്ക് അത് വളരും, പിന്നെ അത് വിശ്വാസത്തിലേക്ക് വളർച്ച പൂർത്തീകരിക്കുക. So last week we were just building up on something which we are supposed to launch. നാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിഷയം എങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. And we saw the different transition from belief to trust and trust to faith. നിശ്ചയത്തിൽ നിന്ന് വിശ്വാസത്തിൽ ആശ്രയത്തിലേക്കുള്ള യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു വരികയായിരുന്നു. And we were going to study from the portion of Matthew chapter 15 and also from the same thing is there in Mark 7. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നും from the life of Canaanite woman. അവിടെ കനാന്യ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തില് ഒക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിക്കുകയായിരുന്നു. And we are going to have our base text, that is the text from Matthew 15 21 to 28 and also from Mark 7 24 to 30. അതുകൊണ്ട് നമ്മുടെ പഠനത്തിന് ആധാരമായിരിക്കുന്നത് മത്തായി സുവിശേഷം 15-ന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും മർക്കോസ് സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 24-ാം വാക്യവുമാണ്. So we are going to have all our study based on these two portions. I mean two different writers writing about the same thing. ഒരേ കാര്യം രണ്ട് എഴുത്തുകാർ എഴുതിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ വേദഭാഗങ്ങൾ. അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത്. So keep your fingers between these two portions. We will be flipping forth and back. അതുകൊണ്ട് ഈ രണ്ട് വേദഭാഗങ്ങളും നിങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട് നമുക്ക് മാറി മാറി ആ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ട്. So we will try to dig some important truth from the life of this Canaanite woman. ഈ കനാന്യ സ്ത്രീയിൽ നിന്നുള്ള ഈ പ്രജാതി സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് ആഴത്തിലുള്ള ചില കാര്യങ്ങൾ, ആ സംഭവത്തോടുള്ള ബന്ധത്തിലുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുവാനും മനസ്സിലാക്കാനുമായിട്ടും പോവുകയാണ്. Last week we saw the background of history of the city, history of the woman and her background through and all other aspect of her.
ആ സ്ത്രീയുടെ പശ്ചാത്തലവും ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നഗരത്തെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. So now we are going to go further. ഇനി അതിനെ തുടർന്ന് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. So before going into it, I want to just be very specific. How are we going to travel this entire journey? അതുകൊണ്ട് ഈ യാത്ര എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. Number one, ഒന്നാമതായി, as we saw the introduction last time, കഴിഞ്ഞ ആഴ്ച കണ്ട ആമുഖത്തോടുള്ള ബന്ധത്തിൽ, now last time we have seen the introduction. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആമുഖം കണ്ടു കഴിഞ്ഞു. Now we are going to see the attitude of the woman. ആ സ്ത്രീയുടെ മനോഭാവം എങ്ങനെയുള്ളതെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കാനായിട്ട് What പോകുന്നത്. do I mean with an attitude? ഒരാളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? What do you mean by attitude? എന്താണ് മനോഭാവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? Attitude is nothing but the expression what you portray before others. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവമാണ് മനോഭാവം എന്ന് പറയുന്നത്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? If I get angry on a particular incident, that means I am a person with a what? ഒരു ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക മനുഷ്യനോട് എനിക്ക് ദേഷ്യം വരുമ്പോഴുണ്ടാകുന്നത് എന്താണ്? I have an emotion. What is that emotion called? ആ വികാരത്തെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? Anger. I am a person of anger. അത് നമ്മുടെ കോപത്തിന്റെ മനോഭാവമാണ്. Or there are lot of emotions which I express on various occasions and various instances. പല നിലകളിലും പല ഇടങ്ങളിലും പലപ്പോഴും പല രീതിയിലുള്ള വികാര പ്രകടനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. That means I may express my fear, my insecurity, my isolation, my rejection, so on and so forth. എനിക്ക് വരുന്നതായിരിക്കുന്ന എന്റെ ദേഷ്യം, കോപം അല്ലെങ്കിൽ മറ്റു വികാരങ്ങള്, എന്നെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, ഇതൊക്കെ ഞാൻ പല രീതികളിൽ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. So we are going to see the attitude of a woman today. How does she come to a stage where Jesus is commending her faith as a great faith? ആ കനാന്യ സ്ത്രീ അവളുടെ വിശ്വാസത്തെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ അതിനോട് എങ്ങനെയാണ് ഈ സ്ത്രീ പ്രതികരിക്കുന്നത് എന്നുള്ള ആ മനോഭാവമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. And next session we will try to dig deep on her psychological expressions. അതിനുശേഷം അടുത്ത നിലയിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ ആ സ്ത്രീയുടെ മാനസികമായിരിക്കുന്ന സ്വഭാവ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതായിരിക്കും. So we will try to dig deep on her psychology. അവളുടെ സൈക്കോളജിക്കൽ ആയിരിക്കുന്ന മനോഭാവം, മാനസികമായിരിക്കുന്ന മനോഭാവങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാക്കുന്നതായിരിക്കും. Of course I am not going to go outside the scripture. ഈ വേദഭാഗങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു വ്യതിചലിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. We will be basing or we will be having our foundation deep on the scripture of these two places. ഈ രണ്ട് ഭാഗങ്ങളിലുള്ള വേദ ഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ തന്നെ അതിനകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. All right, so coming back to our study. അതെ, നമുക്കിപ്പോൾ നമ്മുടെ പഠനത്തിലേക്ക് ആരംഭിക്കാം. Attitude of a woman. ഒരു സ്ത്രീയുടെ മനോഭാവം. When does a person reflects his or her attitude at the first place? എപ്പോഴാണ് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു വ്യക്തി തന്റെ മനോഭാവം പ്രകടിപ്പിക്കുന്നത്? When do you understand the person with his character, with his attitude actually? ഒരു വ്യക്തിയുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? When do you understand? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? Okay, I'll put it in this way. ഞാൻ ഈ രീതിയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നു. Most of us are married here. ഇവിടെ ഇരിക്കുന്ന പലരും വിവാഹം കഴിച്ചവരാണ് എല്ലാവരും തന്നെ. How did you know about your spouse before your marriage or even the initial first week or first month of your wedding? ഒരുപക്ഷെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ദിവസങ്ങളിലോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവത്തെ കണ്ടുപിടിക്കുന്നത്? ഭാര്യമാർ ഭാര്യമാരുടെ, ഭാര്യമാർ ഭർത്താക്കന്മാരും ഭർത്താക്കന്മാര് ഭാര്യമാരുടെയും സ്വഭാവം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. When do you exactly understand the character of the person?
എപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നത്? Or to be more specific, ഒന്നുകൂടെ ഒന്ന് വിശദമായി പറയാം. imagine I am coming from the office. ഞാൻ ഓഫീസിൽ നിന്ന് വരികയാണെന്ന് I വിചാരിക്കുക. am having a hectic day in the office. ഓഫീസിൽ വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. I have a very cranky boss who has been troubling me day in and day out. എന്നെ വളരെയധികം ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്ന എനിക്കൊരു ബോസ് ഉണ്ടെന്ന് വിചാരിക്കുക. And I have been totally frustrated. I just wanted to come out of the office and I reach home. അങ്ങനെ ഓഫീസിൽ നിന്ന് വളരെ നിരാശനായിട്ട് ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ്. And when I come home, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ, reach home, വീട്ടിലെത്തി, I see the entire sitting room with all the filth around. ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വീടിന്റെ ഹാളിലെ മുഴുവൻ കാര്യങ്ങളെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുന്നത് One കാണുക. side shoes of Jeremy, another side clothes of Abigail and things of that side, and Melba is sick on the bed. How would I be expressing myself? മകന്റെ ഷൂസ് എല്ലാം അവിടെ കിടക്കുന്നു, മകളുടെ പുസ്തകങ്ങൾ അവിടെ കിടക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഭാര്യ ഇവിടെ സുഖമില്ലാതെ അവിടെ ഇരിക്കുകയാണ്. Obviously, ഞാൻ എങ്ങനെ കാണുന്നത്? obviously I will not preach gospel at that moment, right? ആ സമയത്ത് ഞാൻ സുവിശേഷം പറയാനൊന്നും ഞാൻ പോകുന്നില്ല. Of course I will lose my whatever patience I have. എനിക്കുള്ള എല്ലാ ക്ഷമയും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. So imagine a situation other way around. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, just imagine the situation in other way. ഇതിനെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ തിരിച്ച് നമ്മളത് സങ്കല്പിച്ച് നോക്കുക. I come with all the frustration from office. ഓഫീസിൽ നിന്ന് വളരെ നിരാശനായിട്ട് ഞാൻ തിരിച്ച് I വരികയാണ്. reach home. വീട്ടിലെത്തി. Jeremy comes to give me a hug. Abigail comes to give me a hug. And immediately Melba comes with a cup of tea. Just imagine that scene. മകൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നു, മകള് വന്ന് കെട്ടിപ്പിടിക്കുന്നു, എന്റെ ഭാര്യ കടന്നു വന്നിട്ട് ഒരു കപ്പ് കാപ്പിയുമായിട്ട് കടന്നു വരുന്നു. ആ സാഹചര്യം ഒന്ന് നോക്ക്. Which would be the situation where I'll show my right patience? എവിടെയായിരിക്കും, ഏത് സാഹചര്യത്തിലായിരിക്കും ഞാൻ എന്റെ ക്ഷമ പ്രദർശിപ്പിക്കുവാൻ പോകുന്നത്? Stage 1 or stage 2? ആദ്യത്തെ പ്രാവശ്യമാണോ രണ്ടാമത്തെ സാഹചര്യത്തിലാണോ? Stage 1. ആദ്യത്തെ പ്രാവശ്യം. Why? എന്തുകൊണ്ട്? Yes. Stimulus is there. Yes. അവിടെ എനിക്ക് ക്ഷമ കാണിക്കുവാനുള്ള ഒരു ഉത്തേജനം ലഭിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം. So it says crisis churns the character. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പ്രതിസന്ധികൾ നമ്മുടെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നു. What character I actually possess is something can be manifested only and only when I am in the crisis. ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം കാണിക്കാൻ പറ്റുന്നതാണ് എന്റെ യഥാർത്ഥ സ്വഭാവം. When a husband and a wife, when they start living their life together, they only can understand when they have the crisis in their life. ഒരു ഭാര്യയും ഭർത്താവും അവർ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം വെളിപ്പെടുന്നത്. And that is why most of the time, Melba also says that I didn't know all this problem you have before marriage. Yes. വിവാഹത്തിന് മുമ്പ് താങ്കൾക്ക് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് സഹോദരന്റെ ഭാര്യ പറയാറുണ്ട്. I also tell her, baby, I did not know about you before the wedding. അതേപോലെ തന്നെ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ ഈ സ്വഭാവമൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ഞാനും പറയാറുണ്ട്. Because most of the time the situation will be manifested only and only when we go through the crisis, and then that is the time you show your real attitude, what is there inside of you. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവം പൂർണ്ണമായിട്ടും വെളിയിൽ വരുന്നതും പ്രദർശിപ്പിക്കപ്പെടുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നത്. Are you able to follow me? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. So if you want really to understand about your faith, just try to introspect yourself. How do you behave? How do you show? How do you express your attitude? ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. I always give this example. ഈ ഒരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. If you take a glass of water, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, you hit on the head of the glass. ആ ഗ്ലാസിന്റെ മുകളിലേക്ക് നിങ്ങളുടെ കൈകൊണ്ട് അമർത്തുക. What will come out? എന്താ വെളിയിൽ വരുന്നത്? What would come? എന്താ പുറത്തേക്ക് വരുന്നത്? Water, right? വെള്ളമാണല്ലോ. Yes. ആണല്ലോ. Yes. Yes. Imagine you have a glass of water. ഇനി ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. You hit on the head. Sorry, you have a glass of Pepsi.
ഒരു ഗ്ലാസ്സിൽ പെപ്സി നിറച്ചു You വെച്ചിരിക്കുകയാണ്. hit on the head of it. അതിന്റെ മുകളിൽ നിങ്ങളൊന്ന് അമർത്തുക. Water will come out, right? എന്തോ വെള്ളം പുറത്തു വരുമോ? No, inside there will be a chemical reaction and sugar will dissolve and the water will get separated and water will come out of it. Is it? അതിന്റെ ഉള്ളിൽ ഒരു രാസപ്രക്രിയ നടന്ന ഈ പെപ്സി വെള്ളമായിട്ട് മാറി വെള്ളമായിട്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? What will come out? എന്താ പുറത്തേക്ക് വരുന്നത്? I mean, simple science, Pepsi will come out. പെപ്സി മാത്രമേ ഉള്ളൂ, അത് മാത്രമേ വെളിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. Yes. അതെ. The more you are hit, pressurized, things will come out only and only which are there inside of you. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളോ വരുമ്പോൾ പുറത്തേക്ക് വരുന്നത്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ? So when somebody, when you are being pushed hard, when you have been pushed hard by the crisis, by the struggles, things will only come out of you what is there inside of you. ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നിങ്ങളെ ഞെരുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ ശരിയായിരിക്കുന്ന സ്വഭാവം പുറത്തേക്ക് വരുന്നത്. Are you able to follow me now? ഇത് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടല്ലോ? This is what this Canaanite woman teaches us. ഇതാണ് ഇന്നത്തെ നമ്മൾ ഈ കനാന്യ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യം. This is why Jesus Christ is commending her faith. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ച് പറയുവാനായിട്ട് കാരണം. Because she has been pressurized in such a way. ആ രീതിയിൽ ഈ കനാന്യ സ്ത്രീ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. There are three characters I want to really reflect today and then we will end. നമ്മൾ അതിന്റെ 3 സ്വഭാവ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമുക്ക് നിർത്താം. And then we will try to understand what was the reason. How did Jesus Christ come to that conclusion? Or conclusion where he knew about it, he wanted to show her faith, her great faith to the people around. ഈ കനാന്യ സ്ത്രീയുടെ സ്വഭാവം കർത്താവായ യേശുക്രിസ്തുവിന് വ്യക്തമായി അറിയാമായിരുന്നു എങ്കിലും അവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ സ്വഭാവത്തെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുവാനായിട്ട് യേശുക്രിസ്തു അവിടെ ശ്രമിക്കുകയാണ്. There are 3 characters. അവിടെ 3 സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Number 1, ഒന്നാമതായി her persistence. അവൾക്കുണ്ടായിരുന്ന ഒരു നിരന്തരമായിരിക്കുന്ന ഒരു സ്വഭാവം. What is the persistence? അവളുടെ പെർസിസ്റ്റൻസ്, സഹിഷ്ണുത എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? Persistence is nothing but you keep trying, keep pushing yourself until you reach the success point. ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഞെരുക്കി നിങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനെയാണ് ഈ സഹിഷ്ണുത അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. A child is persistent when he is trying to learn to walk. നടക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടി അത് നടന്ന് വിജയിക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമായി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. It's inbuilt in us. അത് നമ്മുടെ ഉള്ളില് നമ്മളിൽ തന്നെ ഉൽപാദിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. The child will stand. ആ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. He will leave the hand and fall. കൈ വിടുമ്പോൾ താഴേക്ക് പതിക്കുന്നു. But again he will stand. എന്നാൽ പിന്നെയും കുതിച്ചെഴുന്നേൽക്കുന്നു. He will try his best to stand. എന്നാലും നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. And then he will try to take a step. എന്നിട്ട് ഒന്ന് കാല് മുൻപോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. Again he will fall. താഴെ വീഴുന്നു. But he does not remain there on the ground. അങ്ങനെ നിലത്തിൽ തന്നെ ഇരിക്കുവാനായിട്ടല്ല. He will again stand. എന്നാൽ പിന്നെയും എഴുന്നേൽക്കുന്നു. Stand taking walk. നടക്കാനായിട്ട് ശ്രമിക്കുന്നു. He takes a balance of walk. നടക്കാനുള്ളതായിരിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. And then he goes little rapidly. എന്നിട്ട് കുറച്ച് വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു. Again he will fall. പിന്നെയും വീഴുന്നു. He will break all his skins and all the places. പലയിടങ്ങളിലെ മുറിവുകൾ വരുന്നു. That does not stop him. അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല കാര്യങ്ങൾ. Again he will stand. എന്നിട്ട് പിന്നെയും എഴുന്നേൽക്കുന്നു. He will try to walk fast. കുറച്ചുകൂടെ വേഗത്തിൽ നടക്കാൻ ശ്രമിക്കുന്നു. And within months he will become champion in running. കുറച്ച് നാളുകൾക്കുള്ളിൽ ഓട്ടക്കാരനായിട്ട് മാറുന്നു. His point of success is that he want to be fast walking or running. അവളുടെ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നടക്കുക സ്പീഡിൽ വേഗത്തിൽ നടക്കുക എന്നുള്ളതാണ്. And this process is called persistent. ഈ നിരന്തരമായിരിക്കുന്ന ഈ ശ്രമത്തെയാണ് സഹിഷ്ണുത അല്ലെങ്കിൽ നിരന്തര ശ്രമം എന്ന് നമുക്ക് പറയാം. Child does not bother, what will the neighbor think if I fall here? ഇങ്ങനെ ഞാൻ താഴെ വീണാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആ കുട്ടി വിചാരിക്കുന്നില്ല. He will never say who is recording my falling process. ഞാൻ ഇങ്ങനെ വീഴുന്നതൊക്കെ ആരെങ്കിലും നോക്കി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. He will never compare, what will mommy's auntie will think, mommy's friend will think if I fall. ഞാൻ താഴെ വീണാൽ മമ്മിയുടെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ആന്റിയോ ഒക്കെ എന്ത് പറയും
പറയുമെന്ന് വിചാരിക്കുന്നില്ല. The child will never even bother, hey, what would be my appa's reputation if I fall? ഞാൻ താഴെ വീണാൽ എന്റെ പിതാവിന്റെ റെപ്യൂട്ടേഷൻ ഒക്കെ എവിടെ പോകുമെന്നൊന്നും ആ കുഞ്ഞ് ചിന്തിക്കുന്നില്ല. Child is not bothering at all. അതിനെക്കുറിച്ചൊന്നും ആ കുഞ്ഞ് ചിന്തിക്കുന്നില്ല. The child only bothers, is persistent to reach to the point of success that I want to run. എത്തേണ്ടിയതായിരിക്കുന്ന ലക്ഷ്യം, നടക്കുക, ഓടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ടുള്ള നിരന്തരമായിരിക്കുന്ന പരിശ്രമമാണ് ആ കുഞ്ഞ് ചെയ്യുന്നത്. His focus is only on that point. ആ വിഷയത്തിലേക്ക് മാത്രമാണ് ആ കുഞ്ഞിന്റെ ഏകാഗ്രത. Rest everything is behind. ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ പുറകിലേക്ക് അത് പോവുകയാണ്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? This is called persistent. ഇതിനെയാണ് നിരന്തര പരിശ്രമം എന്ന് പറയുന്നത്. You know, this woman is showing an amazing height of persistence in her life. വളരെ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ് ഈ കനാന്യ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Number 1. ഒന്നാമതായിട്ട്, can you just read the first verse of 24, verse 24 of chapter 7, Mark chapter 7. Mark chapter 7. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട്, മാർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്നൊരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറിഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. This lady has heard Jesus has come to her place. അവളുടെ സ്ഥലത്തേക്ക് യേശു ക്രിസ്തു കടന്നു വന്നു എന്നുള്ളത് ഈ സ്ത്രീ അറിയുകയാണ്. And what does she do? എന്താ അപ്പോൾ അവൾ ചെയ്തത്? Okay, now read what Matthew says about her. Read verse 21 and 22. മത്തായി 15:21-22 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അവിടെ യേശു അവിടം വിട്ടു സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. She is in search of her, a search of him. യേശുവിനെ അന്വേഷിക്കുന്ന ഒരു കനാന്യ സ്ത്രീ. She knows Jesus Christ has come to her land. അവളുടെ പ്രദേശത്തേക്ക് യേശു ക്രിസ്തു കടന്നു വന്നു എന്നുള്ളത് അവൾ മനസ്സിലാക്കി. She found that he only has the answer. അവിടെ മാത്രമേ അവനിൽ മാത്രമേ എനിക്ക് ഉത്തരം ലഭിക്കൂ എന്നുള്ളത് ഈ സ്ത്രീ വിശ്വസിച്ചു. How did she know about it? എങ്ങനെ അവൾ അത് കുറിച്ച് അറിഞ്ഞു? Okay, Luke chapter 6. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം. Luke chapter 6, kindly read 17-18 verses. ലൂക്കോസിന്റെ സുവിശേഷം 6. 6-ാം അധ്യായം 6-ാം അധ്യായത്തിന്റെ 17 and 18. 17-18 വാക്യങ്ങൾ. Authors say that this is a sermon of ground. താഴ്വരയിലെ ഒരു പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. Because he has been preaching, he has been healing people on the ground. നിലത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം കർത്താവ് പ്രസംഗിക്കുന്നത്. Matthew chapter 5 to chapter 7 you will read the sermon at the mount. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പർവ്വത പ്രസംഗം കാണുന്നുണ്ട്. But the moment he comes down, he has been healing people, those who are sick. അവിടെ നിന്ന് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രോഗാസ്തരായിരുന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. And people have come all the way from Tyre and Sidon and all those places. സോറിൽ നിന്ന് സീദോനിൽ നിന്നൊക്കെ കടന്നു വന്നതായിരിക്കുന്ന ജനങ്ങളാണ് അവിടെ കൂടി വന്നത്. And when you come to chapter 15, you will find this lady, this woman, she has come in search of the Lord. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഈ കനാന്യ സ്ത്രീ യേശുവിനെ അന്വേഷിച്ചു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. You know, the people of city of Tyre and Sidon, they thought themselves to be above than all. എല്ലാവരെക്കാളും ഞങ്ങൾ മുകളിലാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയായിരുന്നു സോറിലും സീദോനിലും. I mean, we being in Trivandrum, we will not think much high about the New York. നമ്മൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തിരിക്കുന്നവർക്ക് നമുക്ക് ന്യൂയോർക്കിലുള്ള ജനങ്ങളെക്കാളും നമ്മൾ ഏത് നിലയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. But think of a people staying in Midun's place, Karbi land. Just think of that people. What would they think about the city of New York? എന്നല്ലേ വളരെ വളരെ വിദൂരതയിലുള്ളതായിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്നതായിരിക്കുന്ന മിഥുനെ പോലുള്ളവര് അവരെങ്ങനെയായിരിക്കും ഈ ന്യൂയോർക്കിനെ മനസ്സിലാക്കുന്നത്? A tribal people who have not even seen a small bike,
how are they going to see a private aircraft? അവിടെയുള്ള ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ഇരുചക്ര വാഹനം പോലും കാണാത്തവർക്ക് എങ്ങനെയാണ് ഒരു എയ്റോപ്ലെയിനെയോ ജെറ്റിനെയോ ഒന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്? The people who stay in the hut made up of mud and the bamboos, just imagine, if they see the sky wrappers and the buildings full of glass and all those things. സാധാരണ മൺകൂടാരങ്ങളിൽ താമസിക്കുന്ന മൺവീടുകളിൽ താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള വൻ മാളികകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. Think of the people of New York. What would they think about the people staying in tribal land of Karbi? ഈ ട്രൈബൽ ജാതികളുടെ ഇടയിൽ താമസിക്കുന്ന ഇങ്ങനത്തെയൊക്കെയുള്ള വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ച് എങ്ങനെയാണ് ന്യൂയോർക്കിലുള്ള ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. That was the attitude and that was the expression attitude of a people staying in Tyre and Sidon regarding this Jewish. യഹൂദന്മാരെ കുറിച്ചുള്ള സോറിലും സീദോനുമുള്ള ജനങ്ങളുടെ അഭിപ്രായം ഇതേ രീതിയിൽ ഒരു താഴ്ന്ന ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരുന്നു. But this woman, she understood one very important fact. എന്നാൽ ഈ സ്ത്രീയെ അതിനെ ഒരു വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. That I have a solace, I have an answer, and that is only in the place of Jesus Christ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് ആശ്രയമാണ്, എനിക്ക് അഭയം കിട്ടുന്നത് അവിടെ മാത്രമാണ് എന്നുള്ളത് ഈ സഹോദരി മനസ്സിലാക്കിയിരുന്നു. She had been searching about him. അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനായിട്ട് അവള് ഒത്തിരി ശ്രമം നടത്തി. She had been chasing about him. ഈ കാര്യത്തെ കുറിച്ച് അവൾ പിന്തുടർന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. Mark says Jesus Christ came and stayed where? In a house, right? മാർക്കോസ് എന്താ പറയുന്നത്? യേശു ക്രിസ്തു എവിടെയാ വന്ന് താമസിച്ചത്? ഒരു വീട്ടിലാണെന്ന് കാണുന്നുണ്ട്. He could not hide himself. കർത്താവിന് തന്നെ ഒളിക്കുവാനായിട്ട് അവിടെ കഴിഞ്ഞില്ല. Because she was chasing him. ആ യുവതി, ആ സ്ത്രീ അദ്ദേഹത്തെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു. Imagine a woman who is consistently after Jesus Christ. യേശു ക്രിസ്തുവിന് പുറകെ നിരന്തര പരിശ്രമത്തില് അനുഗമിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. Are you able to understand her faith? ആ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? She understood one very important fact. He is the only answer. He has the only answer for my daughter. എന്റെ മകളുടെ ആവശ്യത്തിന് ഒരേ ഒരാൾ മാത്രമേ അതിന് പ്രശ്ന പരിഹാരം വരുത്താൻ കഴിയുള്ളൂ, അത് കർത്താവ് എന്നുള്ളത് അവൾ മനസ്സിലാക്കി. That was an important fact, important faith she had in her life. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിശ്വാസം അതായിരുന്നു. And then she started chasing him. അതിനുശേഷം അദ്ദേഹത്തെ യേശുക്രിസ്തുവിനെ പിൻഗമിക്കുവാനായിട്ട് അല്ലെങ്കിൽ പിന്തുടരുവാനായിട്ട് അവൾ തീരുമാനിച്ചു. Now, number 1, chasing Christ. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിനെ പിന്തുടരുക. Number 2, രണ്ടാമതായിട്ട് just read 22 of Matthew 15. മത്തായി സുവിശേഷം 15:22. ആ ദേശത്തു നിന്നൊരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. Next verse. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. Did Lord say that, I'm not going to heal you? അവിടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞോ? What was the expression of the Lord? കർത്താവിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു അവിടെ? He's silent. ഒന്നും പറഞ്ഞില്ല. Silence of the Lord is never no at all. കർത്താവ് മൗനമായിരിക്കുന്നതിന്റെ അർത്ഥം ഇല്ല, അത് നടക്കില്ല എന്നുള്ളതല്ല. Silence is not the absence of God. ദൈവത്തിന്റെ മറുപടി ഇല്ല എന്നുള്ളതല്ല അവന്റെ മൗനത്തിന്റെ അർത്ഥം. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ? Most of the time our prayer life, our persistent chasing of the Lord becomes very, very difficult, because we think that when Lord is silent, we think that, he's not interested in our life. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും പലപ്പോഴും പ്രതിബന്ധമായിരിക്കുന്നത് നമ്മുടെ ഈ ചിന്താഗതിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, കർത്താവ് കേൾക്കുന്നില്ലല്ലോ എന്നാണ്. He's silent. അവന്റെ മറുപടി ഒന്നും വരുന്നില്ലല്ലോ. He's relaxed. അവന് വളരെ ശ്രദ്ധക്കുറവ് പോലെ ഇരിക്കുന്നില്ലേ? He's looking at you. How are your expression? നിങ്ങളുടെ മനോഭാവം എന്താണെന്നുള്ളത്, നിങ്ങളുടെ പ്രകടനം എന്താണെന്നുള്ളത്. He didn't say no. അവൻ ഇല്ല എന്ന് പറഞ്ഞില്ല. But he's silent. അവന് മിണ്ടാതിരിക്കുകയാണ്. He's testing you. നിങ്ങളെ പരീക്ഷിക്കുകയാണ്. How far, how long you can go. നിങ്ങൾ എത്ര ദൂരം നിങ്ങൾ മുൻപോട്ട് പോകും എന്നുള്ളത്. So number 1, chasing Lord. ഒന്നാമതായിട്ട് യേശുവിനെ പിന്തുടരുക. Number 2, she was
She understood that it was his silence, not his no. രണ്ടാമതായിട്ട് അവൾ മനസ്സിലാക്കിയത് കർത്താവ് മൗനമായിരിക്കുന്നു, എന്നാൽ ഇല്ല എന്ന് പറഞ്ഞില്ല. She was persistent. അവള് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, She again സഹിഷ്ണുതയോടിരിക്കുകയായിരുന്നു. went after him. അതിന് പുറകെ, കർത്താവിന്റെ പുറകെ വീണ്ടും അവൾ പോവുകയാണ്. And what is happening? എന്താ അവിടെ സംഭവിക്കുന്നത്? The disciples, no, next verse. 23-ാം വാക്യം, 23-ാം വാക്യം. അവനവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. She has been screaming. അവൾ വീണ്ടും അവിടെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. She is after the Lord. കർത്താവിന്റെ പുറകെ തന്നെ ഉണ്ട് അവള്. She is persistent after the Lord. അവള് നിരന്തരമായിട്ട് കർത്താവിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക. She is not bothered what would be neighbors thinking about her. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള അവള് നോക്കുന്നില്ല. Her only objective is to get the attention of the Lord, get the healing from him. കർത്താവിൽ നിന്നുള്ള ശ്രദ്ധ അവർക്ക് ലഭിക്കണം, അസുഖം ഭേദമാകണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവൾക്ക്. There may be a number of obstacles. പല പ്രതിബന്ധങ്ങൾ അവർക്കുണ്ട്. There will be number of disturbances. ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവളെ അലങ്കോലപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. But she is consistently after the Lord. എന്നാലും കർത്താവിന്റെ പുറകെ അവള് നിരന്തരമായി സഹിഷ്ണുതയോടെ പോയിക്കൊണ്ടിരിക്കുക. She is persistently after the Lord. കർത്താവിന്റെ പുറകെ തന്നെയാണ് അവള്. My beloved, how about you? How about you? നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് കഴിയും? What if tomorrow Lord comes and behaves in the same way? ഇതേപോലെ കർത്താവ് നിങ്ങളോട് പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവന്റെ നേർക്ക് മനോഭാവം നിങ്ങളെ പ്രകടമാക്കുന്നത്? You know, it's been a couple of years back. I was having a tough time in my relationship with the Lord. കർത്താവ് യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തില് ചില പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നു. So one of my mentor called me and we were discussing. എന്നെ കർത്താവിൽ നടത്തുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാള് എന്നെ വിളിച്ച് ഇതിനെ കുറിച്ച് സംസാരിച്ചു. So that day morning, it was during the COVID days actually. അത് കോവിഡിന്റെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലായിരുന്നു. So in the morning I was in my quiet time. എന്റെ ശാന്ത സമയം രാവിലെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. So I was discussing something with the Lord, I can say. കർത്താവുമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I was a bit annoyed with the Lord. എനിക്ക് കർത്താവുമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. So I was, what to say, I was angry with him. സത്യം പറഞ്ഞാൽ ദൈവത്തോട് എനിക്ക് കോപമുണ്ടായ സമയമാണ്. So I was asking him, you are silent. കർത്താവേ, നീ എന്താ മൗനമായിരിക്കുന്നത്? And you are not even bothering me to respond. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നീ ഒന്നും മനസ്സിലാക്കൊന്നും പറയുന്നുമില്ലല്ലോ. So I was a bit annoyed with the Lord. കർത്താവുമായിട്ട് എനിക്ക് ഇച്ചിരി ഒരു പ്രതിബന്ധം ഉണ്ടായിരിക്കുക. So when my mentor called me, I said, today morning I had a fight with the Lord. ഞാൻ എന്നെ ഗൈഡ് ചെയ്യുന്ന ആളോട് ഞാൻ മെന്ററിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ കർത്താവുമായിട്ട് രാവിലെ ഒരു പ്രശ്നമുണ്ടായി. I use the Malayalam word, moham virpich pulli irikuvana. ഞാനും moham virpichirikuvana. മലയാളത്തിൽ പറഞ്ഞു, എന്റെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കർത്താവും ഞാനും. At times, yes, at times we think that he's not answering us. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും കർത്താവ് നമ്മുടെ ഉത്തരം തരുന്നില്ലല്ലോ എന്ന്. And we go through so much of tough moments. പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു. And you don't feel, why is he not even intervening in our life? എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെടാത്തത് എന്ന് ചിന്തിക്കാൻ. But at the fag end of all those episodes, I found he was building my patience with him. കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധത്തിന്റെ ആ സഹിഷ്ണുതയെ കർത്താവ് പരീക്ഷിക്കാറുണ്ട് എനിക്ക് പിന്നെ മനസ്സിലായി. And that is what I learned from this life of this woman. ഈ സ്ത്രീയുടെ ഈ സംഭവ കഥയിൽ നിന്ന് ഞാൻ അതാണ് മനസ്സിലാക്കിയത്. She's been distracted. വളരെയധികം മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടി പിരിമുറുക്കത്തിൽ കൂടി കടന്നു പോവുകയാണ്. But in all these, till this moment, എന്നാൽ ആ സമയം വരെയും Lord has not said that I am not going to answer you. കർത്താവ് അവിടെ ഒരു ഇല്ല ചെയ്യില്ല എന്നൊന്നും പറഞ്ഞില്ല. And she is chasing him. കർത്താവിനെ അവൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. Lord is silent, she is chasing him. വീണ്ടും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. Disciples are annoyed, she is still chasing him. അവിടെ അവന്റെ ശിഷ്യന്മാരെല്ലാം വളരെ നീരസപ്പെട്ടു, എങ്കിലും അവള് പിൻഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. And now you see, read the verse 24. 24-ാം വാക്യം, മത്തായി 25:24. അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലേക്ക് കാണാതെ പോയ ആളുകളുടെ അടുക്കളേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. Okay. So what is the response of the Lord?
കർത്താവിന്റെ മറുപടി എന്താണ് Now, അവിടെ? Lord is opening his mouth. അവിടെ കർത്താവ് വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങുക. What does Lord say? എന്താണ് കർത്താവ് പറഞ്ഞത്? Yeah, come on. പറയാം. What is Lord saying? എന്താ കർത്താവ് ഇവിടെ പറയുന്നത്? That I have not come for you, I have come for the Israelites, right? ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്, നിനക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ് യേശു ക്രിസ്തു വ്യക്തമായി അവിടെ പറഞ്ഞത്. Did he say like that? അങ്ങനെ പറഞ്ഞോ? How did, I mean, come on, it's very clear. അവിടെ വളരെ വ്യക്തമാണ് കാര്യം. What is it written? Yeah. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതാണ്. So I have come for whom? ആർക്ക് വേണ്ടിയാ വന്നിരിക്കുന്നത്? I mean, am I this എന്നെ കണ്ടാല ഭീകരമാണോ? I mean, you are responding. ആരും ഒന്നും മറുപടി പറയാതിരിക്കുന്നത് എന്നെ കണ്ട് ഭയപ്പെട്ടിട്ടാണോ? Yeah, come on. What do you think? So is Lord anywhere saying that no, I will not heal your daughter? ആ കർത്താവ് ഒരിക്കലും അവളെ നിന്റെ മകളെ ഞാൻ സൗഖ്യമാക്കിയാൽ ഒന്നും ചെയ്യില്ല എന്നൊന്നും കർത്താവ് അവിടെ പറഞ്ഞില്ല. She's still chasing him. എന്നിട്ടും അവൾ യേശുവിനെ പിൻഗമിക്കുക. He said that, yeah, I have come for the lost sheep. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. She is accepting, yes Lord, it's okay, that's your right. അവള് സമ്മതിക്കുകയാണ്, ഓക്കെ അത് ശരിയാണല്ലോ. I'm not intervening I'm not asking for the right. ആ കാര്യത്തെ കുറിച്ചല്ല, ആ കാര്യം അത് ശരിയായിരിക്കാം, പക്ഷെ അതിനെ കുറിച്ചല്ല ഞാൻ No, ചോദിക്കുന്നത്. I'm not asking for the right. ഞാൻ അങ്ങനെ എന്റെ അവകാശം ചോദിക്കാനായിട്ട് ഞാൻ വരികയല്ല. I just need you, a small, intervention. എനിക്ക് വേണ്ടത് നിന്റെ ഒരു ചെറിയ ഇടപെടലാണ്. That is sufficient for me. അത് മതി എനിക്ക്. This is called persistent, my beloved. ഇതാണ് നിരന്തരമായ ശ്രമം, സഹിഷ്ണുത എന്ന് പറയും. Keep trying. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. Keep trying for the Lord. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക കർത്താവിന് വേണ്ടി. And when he is making a statement, she is obliging. Yes, Lord, you have come for them. True. സ്ത്രീ സമ്മതിച്ചു, അതെ നീ വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. And then Lord goes a step further. എന്നിട്ട് കർത്താവ് ഒരു പടി കൂടി ഒരു സ്റ്റെപ്പ് കൂടി പോവുകയാണ്. It's basically insulting her. അവളെ നീരസപ്പെടുത്തുന്ന രീതിയിലാണ് കർത്താവ് പറയുന്നത്. What does Lord say? എന്താ കർത്താവ് പറയുന്നത്? കാണാതെ പോയ ആടുകളുടെ അടുക്കലില്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. Imagine if I was there, I would have ഇങ്ങനാണോ എന്നാ പിന്നെ വെച്ചോളൂ. ഞാൻ അവിടെ ആ സ്ഥിതിയിലായിരുന്നെങ്കിൽ ഞാൻ എന്നാ ശരി അതെല്ലാം മതിയാക്കി ഞാൻ പോകും. വന്നിരിക്കുന്നു ഒരാൾ വന്നിരിക്കുന്നു അല്ലേ? This would be our response, right? ഇതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മനോഭാവം. But what is her response? എന്നാൽ അവൾ എന്താണ് മറുപടി പറഞ്ഞത്? Did she say, how dare you call me dog? എന്നെ എങ്ങനെയാ ഒരു നായ എന്ന് പറയാനായിട്ട് നിനക്ക് കഴിയുക എന്ന് പറഞ്ഞു? She says, Lord, it's true. കർത്താവേ നീ പറഞ്ഞത് ശരിയാണ് എന്നാണ് അവൾ പറയുന്നത്. I just need the bread. I don't need the bread. I need the bread crumbs. എനിക്ക് അപ്പം ഒന്നും എനിക്ക് വേണ്ട, അതിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ എനിക്ക് മതി എന്നാണ്. That's it. അത് മാത്രം മതി. That's it. അത്രേ ഉള്ളൂ. Imagine how magnified Lord was before him. അവളുടെ മുമ്പില് കർത്താവ് എത്രമാത്രം ഉന്നതനായിട്ട് മാറി എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. She knows that this Lord only has the answer in her life. അവളുടെ ജീവിതത്തിലെ ഉത്തരം നൽകുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് കർത്താവാണ്. She says that, Lord, if you just shake your finger, that is sufficient for my daughter. കർത്താവേ നിന്റെ വിരലൊന്ന് അനക്കിയാൽ അത് മാത്രം മതി എനിക്ക് എന്നാണ് അവൾ പറയുന്നത്. I don't need entire, putting your hands on my head. I don't need that.
എന്റെ തലയിൽ കൈവച്ച് എനിക്ക് പൂർണ്ണ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ I ആഗ്രഹിക്കുന്നില്ല. don't need that, oh Lord. എനിക്കത് വേണ്ട കർത്താവേ. I just need one of your expression. That's sufficient for me. നിന്നിൽ നിന്നുള്ള ഒരു ചെറിയ വികാര പ്രകടനം, ഒരു മനോഭാവം മാത്രം മതി എന്നാണ് അവൾ I പറയുന്നത്. don't need you to come and give me a hug and heal me and eat and dine at my home. എന്റെ വീട്ടിലേക്ക് വരികയും എന്നെ കെട്ടിപ്പിടിക്കുകയും എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യണമെന്നുള്ള വലിയ വലിയ ആവശ്യങ്ങളൊന്നും എനിക്കില്ല. I just need your small expression. നിന്റെ ഒരു വികാര പ്രകടനം മാത്രം എനിക്ക് മതി എന്നാണ് അവൾ You പറയുന്നത്. know the centurion in chapter 8, what he says, Lord, I don't need you to come at my home. I know I'm a man of authority. You just say a word and my servant will be healed. ശതാധിപൻ പറയുമ്പോൾ നീ എന്റെ ഭവനത്തിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല, നീ അവിടെ നിന്നൊന്ന് പറഞ്ഞാൽ മതി എന്നാണ് ശതാധിപൻ I പറയുന്നത്. mean, I'll show you one more portion. Read Matthew 9. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിലെ വേറൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. Think 22. മത്തായി 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. Here is a woman who is having a problem of bleeding. അവിടെ Look at her attitude. അവിടെ നമുക്ക് രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് 20-ല്. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ, അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ളത്. Touch of the fagend of his attire. അവന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ ഒരു തൊങ്ങൽ ഒന്ന് തൊടാൻ മാത്രം ആ സ്ത്രീ ശ്രമിക്കും. I just need to touch the corner of the robe. വസ്ത്രത്തിന്റെ ഒരു അറ്റം ഒന്ന് എനിക്ക് സ്പർശിച്ചാൽ മതി എന്നാണ് ആ സ്ത്രീ I പറയുന്നത്. don't need the robe at all. വസ്ത്രം മുഴുവനായിട്ട് എനിക്ക് വേണ്ട. I just need the touch that is sufficient. അവിടെ ഒന്ന് എനിക്ക് തൊടാൻ മാത്രം കഴിഞ്ഞാൽ മതി. My beloved, this is called persistent with the Lord. ഇതാണ് ഹൃദയത്തിൽ നിന്നുള്ള നിരന്തരമായിരിക്കുന്ന സഹിഷ്ണുതയോടുള്ള പെരുമാറ്റം. And my beloved, this is called the dependency, the chasing of the Lord, because he is so wonderful. അത്ഭുതവാനായിരിക്കുന്ന ദൈവത്തെ ഈ രീതിയിൽ പിന്തുടരുവാനായിട്ട് കഴിയണം. He is worthy. അവൻ നമുക്ക് പിൻഗമിക്കുവാൻ യോഗ്യനായിരിക്കുന്നവനാണ്. And he is worthy to solve all your struggles. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികളും മാറ്റുവാൻ ശക്തനാണ് ഈ കർത്താവ്. The problem is, when we are in the crisis, we are not able to depend on him. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കർത്താവിനെ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. When we don't depend on him, we are not able to express our attitude. അങ്ങനെ അവന്റെ പുറകെ പോയിട്ട് നമ്മുടെ മനോഭാവത്തെ നമുക്കൊന്ന് പ്രകടിപ്പിക്കുവാൻ, അവനോടുള്ള വിധേയത്വത്തെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. The more you understand his majesty, the more you understand his magnitude, the more you depend on him. അവന്റെ പ്രൗഢിയെയും അവന്റെ മഹിമയും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അവനെ പിൻഗമിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. You don't need to get the entire sentence as an answer for your prayer. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പൂർണ്ണമായിരിക്കുന്ന ഉത്തരം മുഴുവനും ഒരുമിച്ച് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. One word is sufficient. ഒരു വാക്ക് മാത്രം മതി. In the life of Peter, when he wanted to walk on the water, Lord did not say, "Oh, you come all the way, all the waters be still." He did not describe anything. പത്രോസ് യേശുവിനെ പിൻഗമിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി യേശുവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളോട് വിശദമായി പറഞ്ഞ് ആ കടലിനെ ശാന്തമാക്കി അവനെ വരുത്തുകയല്ല ചെയ്തത്. One word. ഒറ്റ വാക്ക്, come, വരിക. That one word consisted every creation, every situation surrounding, everything understood what Lord meant in his life. കർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ അവന്റെ സകല സൃഷ്ടിയും അവിടെ ചുറ്റുമുള്ള സകല ചരാചരങ്ങളും അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിരുന്നു. My beloved, this is called the dependency. ഇതിനെയാണ് പരിപൂർണ്ണ ആശ്രയം എന്ന് ഞാൻ മനസ്സിലാക്കും. And this comes when you persistently chase him. നിങ്ങൾ നിരന്തരമായിട്ട് കർത്താവിനെ പിന്തുടരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. The persistent of a woman. ഇവിടെ ഈ സ്ത്രീയുടെ സഹിഷ്ണുത. And that showed her character. അവളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ സ്വഭാവം. Lord is pushing her one after another, but she is so consistent. No, Lord. No, I need you, and you only have the answer. അവിടെ കർത്താവ് ഓരോ വാക്കുകളിലും വാചകങ്ങളിലും അവളെ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അവളത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ കർത്താവിനെ പിന്തുടരുകയാണ്. You only have the answer for me. എനിക്ക് ഉത്തരം നിനക്ക് മാത്രമേ നൽകാൻ കഴിയൂ. You only can heal my daughter. എന്റെ മകളെ സൗഖ്യമാക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ. And you only can do it. നിനക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയൂ. Persistent. അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. Number 1. ഒന്നാമത്തെ. Number 2. രണ്ടാമത് her humility. അവളുടെ താഴ്മയാണ്.
You know, she expressed her attitude of humility. അവളുടെ താഴ്മ അവളുടെ വികാരത്തിൽ മനോഭാവത്തിൽ കൂടി അവൾ പ്രദർശിപ്പിക്കുക. Read verse 22 of Matthew. മത്തായി 15:22 അവള് പറയുന്നത് ഇങ്ങനെയാണ്: ആ ദേശത്ത് നിന്ന് കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. She comes and ask for help. അവൾ കടന്നു വന്ന് കർത്താവിനോട് അവൾ കരുണ യാചിക്കുകയാണ്. As I said, ഞാൻ പറഞ്ഞ she പോലെ comes from a city which had a character of arrogancy. ആ അഹങ്കാരത്തിന്റെയും കോപത്തൊക്കെ സ്വഭാവമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അവൾ കടന്നു വരുന്നത്. You know, I come from a so-called Kudumam, 4th generation of Brethren background. നാലാം സഹോദരന്റെ ബ്രദറൻ കുടുംബത്തിൽ 4ാം തലമുറയിൽപ്പെട്ട So ഒരാളാണ്. some of my cousins, we say, oh, Saji uncle can relate it. ചിലർക്കൊക്കെ ഒരുപക്ഷെ ഇവിടെ അത് മനസ്സിലാക്കാൻ കഴിയും. As if, you know, we are directly, you know, tomorrow, I always make fun like this. If Lord comes, all this 4th generation will be, you know, 2 seconds before all others. എല്ലാവരെക്കാളും ഒരു 2 സെക്കൻഡ് മുമ്പേ ആയിരിക്കും ഈ 4ാം തലമുറയിലൊക്കെ പെട്ടവര് കർത്താവ് വരുമ്പോൾ സ്വീകരിക്കപ്പെടുന്നത്. Is it? ആണോ? No. ഇല്ല. Whether you are 4th or whether you are 10th, you will be together only going up. വിശ്വാസത്തിൽ 4ാം തലമുറയായാലും 10ാം തലമുറയായാലും എല്ലാവരും ഒരുമിച്ചാണ് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത്. You know, we are so and so. We are from so and so Kudumam. We are from so and so background. I mean, it is all useless when it comes in the sight of the Lord. കർത്താവിന്റെ മുമ്പില് ഇതെല്ലാം വെറുതെയാണോ നമുക്കറിയാം. ഞാൻ 4ാം തലമുറയോ ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നതാണെന്നോ എന്ത് പറഞ്ഞാലും അവിടെ ഒന്നും അത് വില പോവുകയില്ല. You will be, you know, indirectly tend to develop that ego as if you can teach Jesus Christ the Bible study. You can teach Jesus Christ. You can take the Bible study to Jesus Christ. ഒരുപക്ഷെ ചിലർക്ക് കർത്താവിന് ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. We are full of that ego at times. നമുക്ക് അങ്ങനെയുള്ള ചില ഈഗോ ഒക്കെ നമുക്കുണ്ട്. Oh, how can I go there and ask for the help? എങ്ങനെയാണ് കർത്താവിന്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് യാചിക്കുവാൻ, ഒരു സഹായം ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയും? She had a crisis in her life where she bowed, she kept all her ego, all her arrogancy aside, and she was humble enough to go and seek for the help. അവളുടെ അഹങ്കാരവും അവളുടെ ധാർഷ്ട്യവും എല്ലാം അവൾ മാറ്റി വെച്ചിട്ടാണ് കർത്താവിന്റെ അടുക്കിലേക്ക് അവള് കരുണയ്ക്ക് അയച്ചത്. My beloved, whenever you come before the Lord, keep all your what do you call, all your I don't want to name it. all your identity, so-called reputation, keep all aside and be humble before the Lord. അതെ, കർത്താവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മഹിമകളൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് വേണം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരേണ്ടി. I mean, you can't go and, you know, be boastful about anything about you. നമ്മളെ കുറിച്ച് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ പോയി പറയുവാൻ തക്കവണ്ണം ഒന്നും പ്രത്യേകിച്ച് മഹിമകൾ നമുക്കില്ല. And that is what Lord loved in her life. അതുകൊണ്ടാണ് കർത്താവിന് അവളെ കൺസിഡർ ചെയ്യുവാൻ, അവളെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. You know, just read one more verse where she is ready. Read verse 24. 24. Where Lord is saying, you are not, I have come for ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയി ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. 24. Next verse. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. Lord, when says that I am not come for the people of lost sheep of the, I have come for the lost sheep of Israel. You know, she does not argue or reasons at all. കാണാതെ പോയ ആടുകൾ, അതായത് ഇസ്രായേലരെ അന്വേഷിച്ചാണ് വന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ അതിന് ഒരു ഉത്തരം നൽകി, തർക്കുത്തരം നൽകി സംസാരിക്കുവാനായിട്ടല്ല അവൾ ആഗ്രഹിക്കുന്നത്. But what is her expression? എന്താണ് അവൾ പ്രകടിപ്പിച്ചത്? What is her attitude? അവളുടെ സ്വഭാവം എന്തായിരുന്നു അവിടെ? She falls flat before. Mark says she fell flat before him. മർക്കോസ് പറയുന്നത് അവന്റെ മുമ്പിൽ അവൾ വീണ് നമസ്കരിച്ചു എന്നാണ്. And here
Matthew says she worshipped him. ആ മത്തായി പറയുമ്പോൾ അവൻ കർത്താവിനെ ആരാധിച്ചു നമസ്കരിച്ചു എന്നുള്ളതാ. Because she understood he is the Lord of Lords and the King of Kings. അവള് മനസ്സിലാക്കി ഈ നിൽക്കുന്ന വ്യക്തി രാജാതി രാജാവും ദൈവാതി ദൈവവുമാണ്. She is not there to argue with him. അവനുമായിട്ട് മത്സരിച്ച് സംസാരിക്കാനായിട്ട് അവൻ വന്നില്ല. She pours her heart out and she says, Lord, help me. അവൾ അവളുടെ ഹൃദയത്തെ തുറന്നിട്ട് എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് I don't have any other thing, oh Lord. എനിക്ക് വേറെ ഒരു കാര്യവും ആവശ്യവുമില്ല. I don't want to know about your missions and or about your theology. നിന്റെ തിയോളജിയെ കുറിച്ചോ നിന്റെ ലക്ഷ്യമോ ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. I need only one thing. I need your grace, your help. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം നിന്റെ കൃപ മാത്രമാണ്. And you know what? അതെന്താണെന്നറിയാമോ? When Lord tells her that, I have come for the lost sheep of Israel. കർത്താവ് അവിടെ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ തേടി വന്നു എന്ന് കർത്താവ് പറയുമ്പോൾ I understand in this way. One way he was trying to make her understand that you are not the one for which I have come. നിനക്ക് വേണ്ടി അല്ല ഞാൻ വന്നത് എന്നുള്ള കാര്യത്തെ അവളെ ബോധ്യപ്പെടുത്താനായിരിക്കും ഒരുപക്ഷെ കർത്താവ് അത് പറഞ്ഞത്. And then she is again coming and bowing before her with the attitude of mercy. Lord, have a mercy on me, please. എന്നാൽ ആ അവസരത്തിൽ അവളിതാ കടന്നു വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ദയവ് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിലും കർത്താവിന്റെ ദയ എനിക്ക് വേണമെന്നാണ് അവൾ പറയുന്നത്. I am not in the ilk for people those who you are come for. നീ ആർക്ക് വേണ്ടി കടന്നു വന്നോ ആ ജനത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ സമ്മതിച്ചു. I know what is my position. എന്താണ് എന്റെ നില എന്നുള്ളത് എനിക്കറിയാം. But still I need you. എന്നാലും എനിക്ക് നിന്നെ വേണം. Have a mercy on me. എന്നോട് കരുണ കാണിക്കണം. Please. ദയവ് ചെയ്ത്. Are you able to see her heart? അവളുടെ ഹൃദയത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? She is so full of humility. എത്ര താഴ്മയോടെയാണ് അവൾ ഈ കാര്യങ്ങളെ പറയുന്നത്. And then when you read the last statement of the Lord, he calls her dog. അവള് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നായ്ക്കുട്ടികൾ എന്നുള്ള ആ കാര്യം പറയുകയാണ്. She's not there to argue. Did you find any argument there with her? അവിടെ എന്തെങ്കിലും അവളെ തർക്കിക്കാനായിട്ട് അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് തർക്കിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. No. ഒന്നുമില്ല. But with all the humility she says, yes Lord, true, I am a dog. അവള് താഴ്മയോടെ പറയാണ്, ശരിയായിരിക്കാം, ഞാൻ ഒരുപക്ഷെ നായായിരിക്കാം. But dog also eat from the table, oh Lord. എന്നാൽ ആ നായും മേശയുടെ കീഴിലേക്ക് വീഴുന്ന നുറുക്കുകളെ കഴിക്കുന്നുണ്ടല്ലോ. I need just the crumbs. എനിക്ക് ആ നുറുക്കുകൾ മാത്രം മതി. Look at her humility. അവളുടെ താഴ്മയുടെ ആ മനോഭാവത്തെ നോക്കുക. My beloved, what is humility? എന്താണ് താഴ്മ വിനയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The best definition I read in one of a book almost couple of years back. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നല്ല നിർവചനം കൊടുത്തിട്ടുണ്ട്. Humility is an expression when you do it while you are in the influential or a powerful position. നിങ്ങൾ ഒരുപക്ഷെ വളരെ ശക്തിമാനായിട്ടും വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന മനോഭാവത്തെയാണ് താഴ്മയുടെ മനോഭാവത്തെയാണ് ആ മനോഭാവത്തെയാണ് താഴ്മ എന്ന് പറയുന്നത്. And the moment you think that you are humble, you have lost your humility. നിങ്ങൾ വിനയം പ്രകടിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ the moment you think that you are humble, you have lost your humility. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ വിനയം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. No, you have lost it. നിങ്ങൾക്ക് നഷ്ടമാണ്. സോറി. ഓക്കെ. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ താഴ്മയുള്ളവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നുവോ അപ്പോഴേ നിങ്ങളുടെ താഴ്മ നഷ്ടപ്പെടുകയാണ്. Yes. So the moment you think that you are humble, you have lost the humility. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആ വിനയമുള്ളവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അപ്പോൾ തന്നെ നിങ്ങളുടെ വിനയം നഷ്ടമാകുകയാണ്. And the expression of humility is shown when you are in the influential or powerful position. നിങ്ങളുടെ വിനയം എപ്പോഴാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അറിയാമോ? നിങ്ങൾ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? So humility is basically, I am powerful, I can do whatever I want, but still I consider someone more special. എനിക്ക് ശക്തിയുണ്ട്, ഞാൻ വളരെ ബലവാനാണ്, എനിക്ക് സ്വാധീനമുണ്ട് എന്നറിയാം, എങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ വിലമതിക്കുന്നു എന്ന് പറയുന്നതാണ് വിനയം. Yes. അതെ. And that is what this woman was. അതാണ് ഈ സഹോദരി ചെയ്യുന്നത്. She is not better than Jesus Christ. യേശു ക്രിസ്തുവായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവള് വലിയൊരു നിലയിലൊന്നും അല്ല. But whatever she has been having the position,
She's leaving everything aside and she's coming with a heart of humility before the Lord. അവൾക്കുണ്ടായിരുന്ന എല്ലാ സമൂഹത്തിലുള്ള നിലകളും അവൾ മറന്നിട്ട് വിട്ടിട്ടാണ് യേശുവിന്റെ മുമ്പിലേക്ക് താഴ്മയോടെ കടന്നു വരുന്നത്. I am not worthy, but still I need your mercy, O Lord. ഞാൻ നിന്റെ മുമ്പിൽ എനിക്ക് ഇതൊന്നും അർഹതയില്ല, എങ്കിലും നിന്റെ കരുണ എനിക്ക് വേണം. Are you able to follow me? ഇത് ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? These are certain things which makes her faith commendable before the Lord. അതാണ് ഈ രീതിയിലുള്ള അവളുടെ മനോഭാവമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവളെ അംഗീകരിക്കുവാൻ കാരണമായി തീർന്നത്. Number 1, persistent. അവൾ നിരന്തരമായിട്ട് കർത്താവിനെ പിൻഗമിച്ചു. Number 2, humility. രണ്ടാമതായിട്ട് അവളുടെ താഴ്മ. And finally, I want to close with her intellect. അവൾ മൂന്നാമതായിട്ട് അവളുടെ ബുദ്ധിശക്തി. അതോടെ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. Look at her intellect. അവളുടെ ബുദ്ധിശക്തി നോക്കുക. Can you read the verse? Again, I want to take your attention to the first verse. She has come to search of him. അവൾ കർത്താവിനെ അന്വേഷിച്ചു വരുന്നതാണ് നമ്മൾ ആദ്യം കാണുന്നത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. 22-ാം വാക്യം. She is searching of the Lord. അവൾ യേശുവിനെ അന്വേഷിച്ചിട്ട് വരികയാണ്. Why? എന്തുകൊണ്ട്? What does she know about Jesus Christ? യേശുവിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? Do you think that she is coming out of the blue? ഒരു മുറിയിൽ നിന്ന് അവൾ പുറത്തേക്ക് വരികയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? She is going through all this without knowing or without studying about the Lord? യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാതെയും അറിയാതെയുമാണോ അവൾ അവിടേക്ക് ചെല്ലുന്നത്? No, not at all. ഒരിക്കലുമല്ല. She has done a thorough study about the Lord. യേശുവിനെ കുറിച്ച് അവൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടേക്ക് ചെല്ലുന്നത്. She has heard clearly about the Lord. കർത്താവിനെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയിരുന്നു. She might have watched the Lord's ministry. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകളെ അവൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. And what the most important thing is, she wanted to just experience him. അതിനുശേഷം ഇതാ ഇപ്പൊ അവൾക്ക് അവളുടെ അനുഭവത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് അവൾ She ആഗ്രഹിക്കുന്നു. knows that only and only Jesus Christ has an answer for her. എനിക്ക് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ എന്നുള്ളത് അവൾ The വിശ്വസിച്ചു. problem with we believers are we do have a very good, we have got thousands of memory in our brain. Verses in our brain. നമ്മുടെ തലച്ചോറിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ അറിവ് നമുക്കുണ്ട്. Thousands of memory verses. അനേക വാക്യങ്ങൾ, ബൈബിളിലെ വാക്യങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. But when we are in the traffic jam, things come out something else. എന്നാൽ പ്രശ്നങ്ങളുടെ ഒരു മധ്യത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് അതൊന്നും വെളിയിൽ വരികയില്ല. Something else comes out. വേറെ എന്തെങ്കിലുമാണ് പുറത്തേക്ക് വരുന്നത്. Why? എന്തുകൊണ്ട്? Because the verse which is there in the brain does not come to the heart. അവിടെ നമ്മുടെ തലച്ചോറിലിരിക്കുന്ന ആ ദൈവവചനം, ആ വാക്യം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ല. Distance of this brain to the heart becomes so long. എന്റെ തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള അകലം എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് വളരെ വലുതായി മാറും. This is what the problem of believers are. ഇതാണ് വിശ്വാസികൾക്കുള്ള ഒരു പ്രശ്നം. We are not able to handle our crisis because we are not able to bring the Lord in our heart. നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം He is there in the brain. He is there in the brain. അതിന്റെ തലച്ചോറിലുണ്ട്. We know the Hebrew, we know the Greek, we know what not. എബ്രായ ഭാഷ അറിയാം, ഗ്രീക്ക് ഭാഷ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. But when we are in the crisis, we are not able to express. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുവാനുള്ള കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. Look at this woman. ആ സ്ത്രീയെ നോക്കുക. Look at her. What she says. അവൾ എന്താണ് പറയുന്നത്? She knows about the Lord. കർത്താവിനെ കുറിച്ച് അവൾക്കറിയാം. Consistently she is following the Lord. അവളെ നിരന്തരമായിട്ട് പിൻഗമിച്ചുകൊണ്ടിരിക്കുന്നു. But she does not argue when Lord says that I have not come for you. എന്നാൽ നിനക്ക് വേണ്ടി അല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് കർത്താവ് പറയുമ്പോൾ അവൾ അതിനോട് തർക്കിക്കുന്നില്ല. She says that yes, it is not my right. I know that. എനിക്കത് അറിയാം, അത് എന്റെ അവകാശമല്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്ന് അവൾ പറയും. I know that I am not the person for whom you have come for. നീ ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് ഉള്ളത്, എനിക്ക് വേണ്ടി അല്ല എന്നുള്ളത് എനിക്ക് അറിയാം, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് അറിയാം. But I need you still. എന്നാലും എനിക്ക് നിന്നെ വേണം. No argument. ഒരു തർക്കവും അവിടെ ചെയ്യുന്നില്ല. No illogical conversation. അവിടെ ഒരു വാഗ്വാദമോ ഒന്നും അവിടെ നടക്കുന്നില്ല. Very logical. അവിടെ എന്നാൽ അവള് വളരെ ശരിയായ മനസ്സിന്റെ ആണ് അവള് സംസാരിക്കുന്നത്. And then look at the fag end. അതിന്റെ അവസാനം നമ്മൾ നോക്കുക. When Lord says that the breads are
bread for the children are not given to the dogs. നായ്ക്കുട്ടികൾക്ക് മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിന് യേശു ക്രിസ്തു അല്ല എന്ന് പറയുന്നില്ല. I mean, I was so thrilled of knowing her intellect. അവളുടെ ബുദ്ധിശക്തി നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം അത് ഇഷ്ടം തോന്നും. She picks the same statement, the phrase of the Lord. കർത്താവ് പറഞ്ഞ അതേ വാക്യത്തെ എടുത്ത് അവള് തന്നെ അത് ഉപയോഗിക്കുകയാണ്. And she says, yes, Lord, yes. അതേ കർത്താവേ, What you said is absolutely true. നീ പറഞ്ഞത് വളരെ ശരിയാണ് കർത്താവേ. But you know, the conversation goes a step further. എന്നാൽ ആ വാക്യങ്ങളിൽ നിന്ന് അവൾ കുറച്ചുകൂടെ മുൻപോട്ട് പോവുകയാണ്. She takes the argument a step further. അവൾ ആ വാഗ്വാദത്തെ അല്ലെങ്കിൽ ആ വാക്കുകളെ വീണ്ടും അവൾ ഉപയോഗിക്കുകയാണ്. She does not contradict the Lord's argument. കർത്താവ് പറഞ്ഞ വാചകങ്ങളെ അവളതിനെ തർക്കിച്ച് തോൽപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. But she says, yes, Lord. എന്നാൽ കർത്താവ് ശരിയാണ്. The dogs also eat from the fallen from the table. എന്നാലേ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകള് ഈ നായ് ഭക്ഷിക്കുന്നുണ്ടല്ലോ. How does this come basically? ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്? It comes with your brain. അത് തലച്ചോറിൽ നിന്ന് വരുന്നതാണ്, ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. It comes with your intellect. നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ്. It comes with the way you understand, the way you know about your Lord. കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. It comes not only with your intellect, not only with your brain, but the way you have put that in your heart. ബുദ്ധിശക്തി കൊണ്ട് മാത്രമല്ല, ആ ബുദ്ധിശക്തി അല്ലെങ്കിൽ ആ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടെ. My beloved, the attitude determines your character. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. What you are inside expresses when you are in the crisis. ഇങ്ങനെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വെളിപ്പെടുത്തുന്നു. You know, we are not able to grow from our faith is because we are not chasing the Lord. കർത്താവിനെ നമ്മൾ പിൻഗമിക്കാത്തത് കൊണ്ടും പിന്തുടരാത്തത് കൊണ്ടും നിരന്തരമായി ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും പരാജയത്തിലേക്ക് പോകുന്നത്. He is after our life. നമ്മുടെ ജീവിതത്തിലാണ് അവൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അവൻ ആഗ്രഹിക്കുന്നു. He is chasing with his love. He's chasing with us his love. അവന്റെ സ്നേഹത്താൽ അവൻ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. He's after our life. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പുറകെ ഉണ്ട്. But you know what? We are not chasing him. എന്നാൽ നാം അവനെ പിന്തുടരുന്നില്ല. Go after him. അവന്റെ പുറകെ പോവുക. Just depend on him. അവനിൽ മാത്രം വിശ്വാസം വെക്കുക. And you know, be humble. You have no laureate in your feather. You have no laureate. You have no laureate. You have no accomplishments in your feather. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായിരിക്കും ചില കാര്യങ്ങളെ നമ്മൾ നേടി എന്നുള്ളതല്ല. When we come before the Lord, we are empty, my beloved. ഒരുപക്ഷെ നമ്മുടെ ഒരു ശൂന്യമായിരിക്കുന്ന മനസ്സോടെ അവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ He understands us. എന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന കർത്താവ്. So be persistent. നമ്മൾ നിരന്തരമായിട്ട് അവന് മുമ്പിൽ വരിക. Be humble before him. അവന്റെ മുമ്പിൽ വിനയത്തോടെ താഴ്മയോടെ ഇരിക്കുക. And experience him intellectually. അവനെ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. He is interested in our life. നമ്മുടെ ജീവിതത്തില് പരിപൂർണമായിട്ടും താല്പര്യമുള്ള ഒരു കർത്താവ്. He wants to expose our faith from faith to the greater faith to this world. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആശ്രയത്തിലേക്ക്, അതിൽ നിന്നും ഉയർന്ന് അതിയായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants us to be an example before this world. ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. But you know what? എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരുപക്ഷെ great faith comes with great need. വലിയ വലിയ വിശ്വാസങ്ങള് വലിയ വലിയ ആവശ്യകതയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. Go after the big needs in your life. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ ആവശ്യകതകളെ അല്ലെങ്കിൽ എന്തൊക്കെ നേടണമെന്നുള്ളതിലേക്ക് നിങ്ങൾ പിന്തുടർന്ന് പോവുക. You are not alone. നിങ്ങൾ ഒരാൾ മാത്രമല്ല. The Lord is with you. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. God is with us. നിങ്ങൾ ഏകനല്ല, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. And we are here to accomplish his plan in this world. ഈ ലോകത്തിലെ അവന്റെ എല്ലാ പദ്ധതികളും വിജയിപ്പിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. So we have so much to learn from the attitude of women. ഈ സ്ത്രീയിൽ നിന്ന് അവരുടെ സ്വഭാവത്തിൽ നമ്മുടെ പലതും പഠിക്കുവാനായിട്ടുണ്ട്. I have just taken 3 portions. ഇന്ന് 3 വിഷയങ്ങളാണ് എടുത്തത്. And next day we will be seeing the psychology of this woman. ഈ സ്ത്രീയുടെ മാനസികമായിരിക്കുന്ന പക്വതയെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. My beloved, Lord is interested in our life. നമ്മുടെ ജീവിതത്തിലെ പരിപൂർണമായ താല്പര്യമുള്ള ഒരു കർത്താവ്. Do you want to grow from faith to the great faith? ആ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
If so, അങ്ങനെയാണെങ്കിൽ hold him closely. അങ്ങനെ മുൻപോട്ട് പോകുക. Hold him closely. അവനെ മുറുകെ പിടിക്കുക. Depend on him. അവനിൽ മാത്രം പരിപൂർണ്ണ വിശ്വാസം വെക്കുക. You know, a small shake of a small finger from his side will make you the champion in this world. അവന്റെ ഒരു ചെറുവിരലില് അവൻ നമ്മുടെ നേർക്ക് നീട്ടുമ്പോൾ നമ്മുടെ ലോകത്തിലെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നവരായിട്ട് നമുക്ക് മാറുവാൻ That is sufficient. അത് മതിയാവും. Experience him closely in your life. അനുഭവത്തിൽ കൂടി കർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. May God bless us. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.